തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് നിങ്ങൾക്കായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ഈ വചന കേൾവി ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളോടൊന്നിച്ചായിരിക്കാൻ, അത് ധ്യാനിപ്പാൻ ദൈവം തരുന്ന എല്ലാ അനുവാദങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആമേൻ. ദൈവസന്നിധി വിനയപ്പെടുന്നു. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് നന്ദി. മുന്നോട്ട് ദൈവമേ നിന്റെ കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണേ. വേർഡ് ഇൻ പവർ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ആളുകളായി മുഴങ്ങി കേൾക്കുന്ന ഈ ദൈവശബ്ദം അനേകർക്ക് വിടുതലിനും അനുഗ്രഹത്തിനും കാരണമാകുന്നു എന്നറിയുന്ന ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആമേൻ. തുടർന്നും അത് അങ്ങനെ തന്നെ കർത്താവെ ഐശ്വര്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെയും പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ആവശ്യക്കാർ, ഭാരമുള്ളവർ, വേദനയുള്ളവർ, അത്യാവശ്യക്കാർ, ദൈവം മാത്രമാണ് എൻ്റെ പ്രശ്നത്തിന് പരിഹാരമെന്ന് ചിന്തിക്കുന്നവർ വിളിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം നാമത്തെ ഈ മണിക്കൂറുകളിൽ ദൈവം നമ്മെ വീണ്ടും സഹായിപ്പാനായി ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമം ഞങ്ങൾ വീണ്ടും സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം നടത്തിയല്ലോ, തുടർന്ന് എൻ്റെ കൃപ തരണം. തിരുനാമ നിമിത്തം നീതിപാതകളും നടത്തുന്ന ദൈവം കൂടെ ഇരുന്നെനിക്ക് ഇന്നത്തെ ശുശ്രൂഷയെ വാഴ്ത്തുന്ന വചനം കേൾക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ അവിടുന്ന് സന്ദർശിക്കും. വചനം അനുഗ്രഹമായി വിടുതലായിത്തീർക്കും. ദൈവാത്മാവിൽ ദൈവവചനം പറയാൻ ഇളവിനെയും ശരീരത്തിലും ആത്മാവിലും ബലപ്പെടുത്തിയ ദൈവങ്ങളുടെ ജ്ഞാനത്തോടും ശക്തിയോടും കാക്കണം. മഹത്വം കുഞ്ഞാടിന് യേശുവേ ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ദിവസങ്ങളിൽ നാം കർത്താവിൻ്റെ ചില വാഗ്ദത്തങ്ങൾ ശിഷ്യന്മാർക്ക് കൊടുത്തതിനോടുള്ള ബന്ധത്തിൽ നാം ധ്യാനിച്ചു വരികയാണല്ലോ. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തെ ആധാരമാക്കിക്കൊണ്ട് കർത്താവ് അന്ത്യമായി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ആ വാഗ്ദത്തങ്ങളാണ് നാം ചിന്തിച്ചു വരുന്നത്. അതിനോട് ബന്ധപ്പെട്ട് 14-ാം അധ്യായത്തിലല്ല, പക്ഷേ ആ ബന്ധത്തിൽ തന്നെ അപ്പർ റൂം എക്സ്പീരിയൻസ് കർത്താവ് പറഞ്ഞ ചില വചനങ്ങൾ അതിനോട് ചേർന്ന്. കാരണം പ്രതിസന്ധികളുടെ നടുവിൽ വരുമ്പോഴായി സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്. അത് കർത്താവ് പറഞ്ഞ 14-27 വലിയ മനോഹരമായ നമ്മളത് ചിന്തിക്കുകയുണ്ടായി കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ. എന്നാൽ അതിനോട് ബന്ധപ്പെടുത്തിയാണ് 16-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ ഒരു വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതെന്താണ്? അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിങ്ങനെയാണ്: നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചു. ലോകത്തെ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചു. അപ്പം സമാധാനവും ലോകത്തിലെ കഷ്ടം കൂടെ ബന്ധപ്പെടുത്തിയ കർത്താവ് 14-ാം അധ്യായത്തിൽ സമാധാനം കൊടുത്തു. പക്ഷേ 16 വന്നപ്പോൾ മുന്നേ വരുന്ന കഷ്ടങ്ങളെ കർത്താവ് അവർക്ക് കോഷം ചെയ്യുക, അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ തന്ന സമാധാനം, എന്നിലുള്ള സമാധാനം ഉണ്ടല്ലോ. അപ്പം ഇത് വരുമ്പോൾ നിങ്ങൾ ഭാരപ്പെടല്ലേ എന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് നമ്മൾ വാസ്തവമായി അറിയണം. ദൈവത്തിന് സ്തോത്രം. എന്താ യേശു കർത്താവ് നൽകിയ സമാധാനം? കഷ്ടങ്ങളുടെ നടുവിലും അനുഭവിക്കാൻ കഴിയുന്ന ഒരു സമാധാനം അല്ലേ? I spoke to you this one because you should have peace in me. എന്നിൽ നിങ്ങളുടെ സമാധാനം ഉള്ളത് കൊണ്ട് നിങ്ങൾ ധൈര്യപ്പെടാനാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്. ആ സമാധാനത്തിൻ്റെ അച്ചാരം നൽകിയതിന് ശേഷമാണ് കർത്താവ് പറയുന്നത്, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്. യു ഹാവ് ട്രിബുലേഷൻസ് ഇൻ ദ വേൾഡ് ബട്ട് ബി ഓഫ് ഗുഡ് ചിയർ, ബട്ട് ഐ ഹാവ് ഓവർകം. എന്നാൽ നിങ്ങൾ ധൈര്യപ്പെടണം, കാരണം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ്. സ്തോത്രം ഇല്ലേ? ഇത് എത്ര പ്രാവശ്യം പറഞ്ഞു പ്രാർത്ഥിച്ചിട്ടൊരു വചനമാണ് അല്ലേ? കാരണം കഷ്ടത്തിലാണ് ജീവിക്കുന്നത്. സന്തോഷവും സമാധാനം. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി ഈ കഷ്ടങ്ങളുടെ നടുവിൽ അനുഭവിക്കുന്ന ഒരു സന്തോഷവും സമാധാനം. ക്രിസ്തു ജീവിതം തന്നെ ഒരു മിസ്റ്ററിയാണ്, മർമ്മമാകട്ടെ. ഒത്തിരി മർമ്മങ്ങളുണ്ട്. ഇതൊരു മർമ്മമാണ്. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ മർമ്മമെന്ന് കർത്താവ് തന്നെ പറഞ്ഞത് അതുകൊണ്ടാണ്. എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആകയാൽ പ്രിയപ്പെട്ടവരെ സ്നേഹത്തോടെ ചോദിക്കട്ടെ എന്ന്. കാരണം ഈ കഷ്ടങ്ങളുടെ ഏറ്റവും മൂർധന്യ ഭാവം അനുഭവിച്ച കർത്താവ്, ആ കർത്താവ് പറഞ്ഞു ഞാനിതിനെ ജയിച്ചു, പിന്നെ നിങ്ങൾക്കും ജയിക്കാം. അത്രത്തോളം ഏതായാലും നിങ്ങൾക്ക് കൂശില മരണത്തോളം വഹിച്ചില്ലേ ദൈവം. അതാണ് കർത്താവ് പറയുന്ന ആ വാഗ്ദത്തങ്ങളുടെ വലിയ മേന്മ എന്ന് നാം ഓർത്തിരിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് പറയാം, നാളെ നിങ്ങൾക്ക് കഷ്ടം അനുഭവിക്കേണ്ടി വരും, പ്രതികൂലങ്ങളെ നേരിടേണ്ടി, ഭയപ്പെടരുത്. ഞാനിതൊക്കെ അനുഭവിച്ചു, ഞാൻ അതിനെ ജയിച്ചു, അവിടെ പരാജയപ്പെട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമുള്ളവരായിരിക്കണം.
നിങ്ങൾ ധൈര്യപ്പെടണമെന്നാണ് കർത്താവ് അവരോട് പറഞ്ഞത്. ഈസിയാണോ? പറയുന്നത് അത്ര ഈസിയാണോ? അല്ലേ ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ദൈവിക സമാധാനം ഉണ്ടെങ്കിൽ ധൈര്യം കിട്ടും. അതിനെ കർത്താവ് മുന്നേ പറഞ്ഞു, എൻ്റെ സമാധാനം ഉണ്ടല്ലോ, എന്നിൽ നിങ്ങൾക്ക് സമാധാനമുണ്ട്. ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ റീസൺ ദാറ്റ് യു ഹാവ് ട്രസ്റ്റഡ് ഇൻ മീ, ബിലീവ് ഇൻ മീ ആൻഡ് യു ഹു ആർ എൻജോയിങ് ദ പീസ്. എൻ്റെ സമാധാനം നിങ്ങളിലുള്ളതുകൊണ്ട് ഈ പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ഭാരപ്പെടരുത്, നിങ്ങൾ ധൈര്യപ്പെടണം. ധൈര്യപ്പെടാനുള്ള ഒരു ആലോചനയാണ് ഈ അപ്പർ റൂം എപ്പിസോഡിൽ കർത്താവിടെ ഓർമ്മിപ്പിക്കുന്ന. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ 2 വാക്യമല്ലേ. അപ്പം എന്നിൽ, ഇൻ മീ, എന്നിലാന്നേ സമാധാനം, ലോകത്തിലാന്നേ കഷ്ടം. സാരമ്യപ്പെടുത്തിക്ക് ഒരു കോൺട്രാസ്റ്റ് കണ്ടോ? എന്നിൽ, ഇൻ മീ ദെയർ ഈസ് പീസ്, ലോകത്തിലോ കഷ്ടം. ഇതിൻ്റെ നടുവിലാണ് ജീവിക്കുന്നത്. അപ്പം എന്നിലുള്ള സമാധാനം നിങ്ങൾ ഏറ്റുവാങ്ങി അതിൽ ഉറച്ചു നിന്ന് ജീവിച്ചാൽ ഈ കഷ്ടങ്ങളെ നിങ്ങൾ ഭാരപ്പെടാതെ ജയിക്കാൻ കഴിയും എന്നാണ് കർത്താവ് അവരോട് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ഈ സ്ഥാനമാണ് നമ്മൾ അവകാശമാക്കേണ്ടത് കേട്ടോ. ദിസ് ഈസ് ദ പൊസിഷൻ ദാറ്റ് വി ഗോട്ട് ടു ക്ലെയിം. നമുക്ക് അവകാശമാക്കാൻ പറ്റിയൊരു സ്ഥാനം. ഹല്ലേലൂയ. വി ആർ ഇൻ ക്രൈസ്റ്റ് ആൻഡ് therefore we are one. കർത്താവിലാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ കർത്താവ് നമ്മൾ ഒന്നാ. പിന്നെ നമ്മളതിനെ പേടിക്കുന്നത് മനസ്സിലാക്കുന്നുണ്ടോ? കർത്താവ് നമ്മൾ ഒന്നിച്ചല്ലേ ഒന്നേ. ആകയാൽ കർത്താവേ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ബി ഓഫ് ഗുഡ് ചിയർ, ഓവർകം. എന്നിൽ എന്ന് കർത്താവ് പറയുമ്പോൾ അതിൽ സകലതുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് സ്തുതിക്കട്ടെ. നമുക്കായി തനിച്ചൊന്നുമില്ല. നത്തിങ് ആസ് അവേഴ്സെൽഫ്. എല്ലാം ദൈവത്തിൻ്റെത്. ദൈവവുമായിട്ട് ഒന്നിച്ചാണ് നമ്മൾ പോകുന്നത്. ഞാനൊരു കാര്യം കൂടെ പറയാം. ലോകം നമ്മെ പരാജയപ്പെടുത്താനും ക്ഷീണിപ്പിക്കാനും ശ്രമിക്കും. പിശാച് അങ്ങനെ തന്ത്രങ്ങൾ. പക്ഷേ കർത്താവ് നമ്മളോട് ഉള്ളതുകൊണ്ട് നമ്മൾ ഭാരപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. വിശ്വസിച്ച് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ലോകത്തെ ജയിക്കാൻ നമുക്കും കഴിയും. കാരണം ദ ഹെൽപ്പ്, നമ്മൾ താങ്ങുന്നൊരു കരം നമ്മുടെ കൂടെ ഉണ്ട്. സമാധാനം തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൽ ഉള്ളിലുണ്ട്. ഇല്ലേ? നിങ്ങളോടുകൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ സാന്നിധ്യം ഇല്ലേ? അപ്പോൾ അതോർത്ത് സന്തോഷിക്കാനിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം ധൈര്യപ്പെടുക എന്നുള്ളതാണ്. ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ റീസൺ വി ഹാവ് പീസ്. സമാധാനവും ബന്ധപ്പെടുത്തിയ. അപ്പം ധൈര്യപ്പെടണം. ഭക്തനായ ദൈവത്തിൻ്റെ ദാസൻ പാടി, എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമോടെ ഞാൻ യാത്ര ചെയ്യും. അങ്ങനെ പാടാൻ ആർക്ക് കഴിയും? അതൊക്കെ ദൈവിക സമാധാനത്തിൻ്റെ മണ്ഡലങ്ങളിലല്ലേ പാടുന്നത്. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടൊക്കെ ഓർമ്മിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ ധൈര്യപ്പെടാൻ കർത്താവ് പറഞ്ഞ സമാധാനമുള്ളത് കൊണ്ട് നമ്മൾ ധൈര്യപ്പെടണം. ഇങ്ങനെ ധൈര്യപ്പെടാൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ, 2-3 വിഷയങ്ങൾ വേദപുസ്തകത്തിൻ്റെ അതിവേഗത്തിൽ കർത്താവിന് ശുശ്രൂഷയിൽ സംഭവിച്ചതാണ്. ഓടിച്ച് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ യേശുവിൻ്റെ അടുക്കൽ ഒരു പക്ഷപാതക്കാരനെ കൊണ്ടുവന്ന് 4 ആൾ ചുമന്നുകൊണ്ട് അവിടെ വിവരിച്ചിട്ടുണ്ട് കേട്ടോ. അവനെ കൊണ്ടുവന്ന് അവിടെ ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോൾ യേശു അവനോട് പറഞ്ഞു, മകനെ ധൈര്യമായിരിക്കാം, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതൊരു വലിയ വിഷയമാണല്ലേ. എന്തുവാ കാരണം എന്ന് മാത്രമല്ല, അവനോട് പറഞ്ഞ് നിന്നെ കിടക്കയെടുത്ത് വീട്ടിലോട്ട് പോകാനും പറയുന്നുണ്ട്. അത് പരീക്ഷന്മാർ പറഞ്ഞപ്പോഴാണ് പടകിൽ കയറി ഇക്കരയ്ക്ക് ചില നൊന്തപണ്ടത് കിടക്കുന്ന ഒരു പക്ഷപാതക്കാരനെ അടുക്കൽ കൊണ്ട് യേശുവരുടെ വിശ്വാസം കൊണ്ട് പക്ഷപാതം അതിനെ ധൈര്യമായിരിക്കുക. 9 മത്തായി 9 കേട്ടോ. നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു പറഞ്ഞു. യാത്രമാർച്ചോട് ദൈവദൂഷണം പറയുന്നത് ഉള്ളം കൊണ്ട് യേശു അവരുടെ നിരൂപണം ഗ്രഹിച്ച ദൃശ്യം നിരൂപിക്കും. നിങ്ങൾ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു പറയുന്നത് നടക്കുക എന്ന് പറയും. ഏതാ എളുപ്പമെന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യത്തിന് അധികാരമുണ്ട് നിങ്ങൾ അറിയേണ്ടതിന് പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്കുക എന്ന് പറഞ്ഞു ദൈവത്തിന്. അപ്പോൾ അതിൻ്റെ 2-ാമത്തെ വാക്യമാണ് നമ്മൾ ഇപ്പോൾ, മകനെ ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നു. അപ്പം പാപമാണോ ഇവന് പക്ഷപാതക്കാരനായി തീരാൻ കാരണം നമുക്കറിയത്തില്ല. അങ്ങനെയൊന്നും നമുക്ക് തീർക്കപ്പെടുത്താനും പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ എന്താ പിന്നെ വിഷയം നമ്മൾക്കിവിടെ മനസ്സിലാക്കാനുള്ളത്? നീ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നവൻ ധൈര്യമായിരിക്കാൻ പറയും. ധൈര്യപ്പെടാൻ എന്താ കാരണം? ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഓർപ്പിച്ച പോലെ ജീവിതത്തിൽ പാപം ഉണ്ടെങ്കിൽ കുറ്റബോധമുണ്ടാകും.
അത് നമുക്ക് ധൈര്യത്തെ കെടുത്തി കളയും. അപ്പം പാപം മോചിക്കപ്പെടുമ്പോൾ ഒരു ധൈര്യം കിട്ടും. എന്നുവെച്ചാൽ എന്തുവാ? ദ ചിയർ ഓഫ് പാരഡൈസ്. പാപം മോചിക്കപ്പെട്ട് കിട്ടിയതിൻ്റെ ഒരു ധൈര്യം. വിശ്വാസികൾക്കൊക്കെ ഇല്ലേ ആ ഒരു ധൈര്യം? പാപത്തിൽ ജീവിച്ച മണ്ഡലങ്ങളിൽ കർത്താവിന് സന്നിധി സമർപ്പിട്ട് കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ധൈര്യവും ദൈവകൃപി ഒരു അധികാരവും ഒക്കെ നമുക്കുണ്ട്, ഇല്ലേ? കാരണം കർത്താവ് കൂടെ ഉണ്ട്. കർത്താവ് ക്ഷമിച്ചു പാപം, ഇല്ലേ? ആ വലിയ ധൈര്യമാണ് ഇവിടെ പക്ഷപാതക്കാരന് ലഭിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിനോ. അപ്പോൾ നാളുകളായി പക്ഷപാതക്കാരൻ ഇങ്ങനെയാണ്. ഇപ്പൊ പാപം കൊണ്ടാണോ? അല്ലേ? ഒന്ന് നമുക്കറിയാം, യേശു അവൻ്റെ പാപങ്ങൾ മോചിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം അവൻ്റെ പാപത്തിൻ്റെ പ്രശ്നത്തിന് പരിഹാരം കൊടുത്തോന്ന് ഓർക്കും. അപ്പം ഇത് മനസ്സിലാക്കണ്ടേ? ഇതെപ്പോഴും ഒരു വലിയ ആവശ്യമാണ്. ദിസ് എ ഗ്രേറ്റസ്റ്റ്. പാപത്തിന് പരിഹാരം ഉണ്ടാകണം എല്ലാവർക്കും, എങ്കിലേ ബാക്കി കാര്യങ്ങൾ ശരിയാനൊക്കെ കൊടുത്തു. അപ്പം ഇതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാനൊക്കത്തില്ല. ദ റീസൺ ഫോർ the disease or the problem, അല്ലെങ്കിൽ ഈ മിറക്കിളിൻ്റെ പശ്ചാത്തലത്തിൽ നടന്ന വിഷയം പാപമാണോ ഇവന് രോഗിയായി തീരാൻ കാരണം? അല്ലെങ്കിൽ എല്ലാ രോഗങ്ങളുടെയും പിന്നിൽ പാപമാണോ? അല്ല ഇങ്ങനൊരു അത്ഭുതം നടത്താൻ കാരണം? അല്ലെങ്കിൽ ഒരു ഫോർഗീവ്നെസ് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുമോ? പാപക്ഷമയെന്നൊക്കെയുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം ആണോ? ദൈവത്തിന് സ്തോത്രം. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ അടുത്ത് നമ്മുടെ പാപങ്ങൾക്ക് ആദ്യം പരിഹാരം കിട്ടും. പാപത്തിന് പരിഹാരം കിട്ടുമ്പോൾ ബാക്കി കാര്യങ്ങൾ ദൈവം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ അപ്പം എന്നാൽ നമ്മുടെ വിഷയം ധൈര്യപ്പെടുക എന്ന്, പാപമോചനത്തിൻ്റെ ഒരു ധൈര്യം അതുണ്ടാകണം. അതിന് അനുഭവിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുമ്പോൾ പാപത്തിൻ്റെ ആ ഭയങ്കര കരാളഹസ്തങ്ങളിൽ ഇന്നും കുറ്റബോധത്തിൻ്റെ മനസ്സാക്ഷിയിലായിരിക്കുന്നവരെ ദൈവസന്നിധി വിനയപ്പെടാൻ ഇടയാകട്ടെ, പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞു. അത് ഇവിടെ പ്രാപിപ്പാൻ ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ വിടുകയാണ്. അതിന് ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. അതായത് സ്നേഹനിധികളായ 4 പേരാണ് ഈ പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വന്നത്. അവർ കൊണ്ടുവന്നപ്പോൾ അതിന് മുമ്പിലുള്ള തടസ്സമൊന്നും അവർ മൈൻഡ് ചെയ്തില്ല. അതിനെ അതിജീവിച്ച് അവർ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. അവരുടെ യോജിച്ചുള്ള പ്രവർത്തനം അതൊരു വലിയ അനുഗ്രഹമാണ് കേട്ടോ. അവിടെ ആരൊക്കെ തടസ്സമായി വന്നാലും അത് മൈൻഡ് ചെയ്യാതെ അതിൻ്റെ നടുവിൽ കൂടെ അവർ വെഞ്ചർ ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഒരു മെസ്സേജ് ഉണ്ട് കേട്ടോ. 4 പേര് ഒന്നിച്ചു കൂടിയപ്പോൾ ഒരു പക്ഷപാതക്കാരൻ്റെ സൗഖ്യം പ്രാപിച്ചു ദൈവത്തിൻ്റെ അടുക്ക കൊണ്ടുവരാൻ. ഇന്നും ഇത് സാധ്യം. 4 പേര് ഐക്യതയോടെ ഒന്ന് പ്രവർത്തിക്കാൻ കഴിയുമോ? This man himself was unable to help himself. അവന് തനിച്ച് അവനെ ഒന്നും സഹായിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി he had four friends. ഭാഗ്യവശാൽ അവനെ സ്നേഹിക്കുന്ന 4 സഹോദരന്മാർ, അവനെ സ്നേഹവും ആർദ്രതയുമുള്ള കർത്താവിൽ വിശ്വാസമുള്ള 3-4 സഹോദരന്മാരുണ്ടായിരുന്നു. ഇതൊരു ഭാഗ്യമാണ്. ഇങ്ങനെ ഓർക്കണം കേട്ടോ. നമ്മുടെ ജീവിത വഴികളിൽ അങ്ങനെയുള്ള സ്നേഹിതന്മാരുണ്ടാകട്ടെ. അപ്പം തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. 4 പേര് ഐകമത്യപ്പെട്ടാൽ നമ്മുടെ ചുറ്റുപാട് അനേകര് പാപത്തിന്റെ പക്ഷപാതം പിടിച്ച് തളർന്നു കിടപ്പുണ്ട്. ഒരു കൺസേൺ ഉണ്ടോ അവരെ കുറിച്ച്? ഇവനൊന്ന് രക്ഷപ്പെടാൻ എന്നെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുമോ? ഐക്യത നഷ്ടപ്പെട്ട ലോകത്തിൽ വിശ്വാസികളുടെ ഇടയിലും പിശാച് കയറി കലക്കങ്ങൾ ഉണ്ടാക്കി തകർക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പ്രമാണത്തിന്റെ വഴി ഒന്നിച്ചു നിൽക്കാം. വീട്ടിലാകട്ടെ, അതാദ്യം സഭയിലാകട്ടെ, പിന്നെ മറ്റുള്ളവരിലേക്ക് വ്യാപിക്കാനിടയാകട്ടെ. പക്ഷപാതക്കാർ ചുറ്റുപാടുണ്ട്. അക്ഷരീയമായ പക്ഷപാതവും ആത്മീയമായ പക്ഷപാതവും പാപത്തിന്റെ പക്ഷപാതം പിടിച്ച് തളരുന്ന അനേകരെ നിത്യയുടെ അവകാശികളാക്കി തീർക്കാൻ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാൻ ചിലക്കെങ്കിലും കഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ധൈര്യമായിരിക്കുക. പക്ഷപാതക്കാരനോട് കർത്താവ് പറഞ്ഞു, ധൈര്യമായിരിക്കും, നിന്റെ പാപങ്ങൾ മോചിച്ചു. ഇതൊന്നാമത് ധൈര്യമായിരിക്കുന്ന പാപമോചനം കിട്ടുമ്പോഴുള്ള ധൈര്യം വിശ്വാസികൾക്കും അനുഭവിച്ചവർക്കും അറിയാം. ദൈവത്തിന് സ്തോത്രം. ഉണ്ടോ ആ വിശ്വാസം? ഉണ്ടോ ആ ധൈര്യം? ഉണ്ടോ എന്ന് ചോദിക്കട്ടെ. അതോ പിന്നെയും കുഴഞ്ഞു പോകുമോ? ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ, കർത്താവെ കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട്? ഇതേ അധ്യായം തന്നെ നമ്മൾ മുന്നോട്ട് വായിച്ചു വരുമ്പം അവിടെ വേറൊരു വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 9-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 22 വരെ വായിക്കുമ്പോൾ
അവനിങ്ങനെ അവരോട് സംസാരിച്ചു. ഒരു പ്രമാണി വന്ന് അവനെ നമസ്കരിച്ചു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് അത് വന്നിട്ട് ഒരു 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ള സ്ത്രീ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞ് പിറകിൽ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. യേശു തിരിഞ്ഞ് അവളെ കണ്ട, മകളെ ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കും. ഇവിടെ ധൈര്യപ്പെടുക എന്ന് കർത്താവ് പറയാം ഒരു സ്ത്രീയോട്. എന്താ അല്ലേ? സ്തോത്രം. എന്താ അവിടെ ആവശ്യം? ഇവിടെ എന്ന ധൈര്യത്തിന്റെ ആവശ്യം എന്നാ? രോഗിയായിരുന്നു 12 വർഷം മുതൽ എല്ലാം വൈദ്യന്മാർക്ക് കിട്ടും. ഷി വാസ് പൂവർ. ഇതെല്ലാം ഡോക്ടർമാർക്കും വൈദ്യന്മാർക്കും കൊടുത്തുകൊണ്ടായിരിക്കും ഇവള് ദരിദ്രയായി പോയത്, പാവമായി അല്ലേ? അങ്ങനത്തെ ഒരു പേടിപ്പിക്കുന്ന ഒരു അവസരം അല്ലേ? ഈ സ്ത്രീയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവള് പാവമായിരുന്നു, അല്ലെങ്കിൽ ഇവള് ഉപജീവനത്തിന് പോലും വകയില്ലാത്ത അന്തരീക്ഷത്തിലേക്ക് മാറിയെന്ന് മാത്രമല്ല, നോട്ട് ഓൺലി ദാറ്റ് ഷി വാസ് സെറമോണിക്കലി അൺക്ലീൻ ടു കം ടു ദ പബ്ലിക്. എന്ന് വെച്ചാൽ മതപരമായിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞാൽ പൊതുവിലൊന്നും കടന്നു വരാൻ ഇവർക്ക് അനുവാദമില്ല, അങ്ങനെ അസുഖമുള്ളവർക്ക്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവൾ വന്ന് സൗഖ്യം പ്രാപിച്ചതും അവിടെ ആവശ്യം വലുതായിരുന്നുകൊണ്ട് അവളൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് നമ്മൾ പറയുന്ന പോലെ തിക്കിത്തെറിയുന്ന പുരുഷാരത്തിൻ്റെ നടുവിൽ കൂടെ അവൾ കടന്നു വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിന് തൊട്ട് ക്ഷണത്തിൽ അവൾ സൗഖ്യമായി. രക്തസ്രാവം നിന്നു, ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞപ്പോഴാണ് കർത്താവ് തിരിഞ്ഞ അവളോട് ധൈര്യപ്പെടാൻ. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്തിനാ ഇതായി സൗഖ്യം കിട്ടിയപ്പോൾ എന്തിനാ ധൈര്യപ്പെടാൻ പറയും? അപ്പം മുമ്പേ പറഞ്ഞതാണ് കാര്യം. പൊതുവിൻ്റെ ഇടയിൽ നിന്നും കടന്നു വരാൻ അനുവാദമില്ല, യഹൂദന്മാരുടെ നിയമമല്ലേ. ഇവരെല്ലാം കൂടി ഇനി കൊല്ലുമോ പേടിപ്പിക്കുമോ ശിക്ഷിക്കുമോ, കർത്താവ് എന്തോ ചെയ്യാൻ പോകുന്ന ഒരു ഭയം അവിടെ ഉള്ളത്. അതുകൊണ്ട് അവളെ ആദ്യം ധൈര്യപ്പെടുത്തി പറഞ്ഞു, മകളെ ധൈര്യമായിരിക്കും, നീ പേടിക്കണ്ട പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ, ദൈവനാമം മഹത്വപ്പെടട്ടെ. റിഗാർഡ്ലെസ് ഓഫ് എനി സിറ്റുവേഷൻ, ഏത് സാഹചര്യത്തിന് നടുവിലും കർത്താവിൻ്റെ അടുക്ക വരാം. നിനക്ക് സൗഖ്യം തരാൻ കഴിയുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആകയാൽ ഇന്ന് ഈ മണിക്കൂറുകളിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടണം. പിടിക്കപ്പെട്ടാൽ ശിക്ഷിക്കുമോ എന്നുള്ള ഭയം ഉണ്ടായിരുന്നുകൊണ്ട് ഭയത്തിലായിരുന്നു അവളോടാണ് കർത്താവ് ബി ഓഫ് ഗുഡ് ചിയർ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ഭയം ഉണ്ടായിരുന്ന. ആരും അറിയാതെ ഒന്നും ഒതുങ്ങി നിന്നങ്ങ് മാറാൻ ശ്രമിച്ചതും അതുകൊണ്ടാണ്. പിന്നെ കർത്താവ് പറഞ്ഞല്ലോ, ആരാളെന്നെ തൊട്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് മറഞ്ഞിരിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് സ്ത്രീ മുന്നോട്ട് വന്നത് നമുക്കറിയാം അല്ലേ? അങ്ങനാണെങ്കിൽ ഇവിടെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിവ്, ധൈര്യപ്പെടുത്തുന്ന സാഹചര്യം, ഭയപ്പെട്ടു പോകുന്ന പൊതുവിൽ കടന്നു വരാൻ പോലും കഴിയാത്ത വിധത്തിൽ ഭയപ്പെട്ട സാഹചര്യം യേശു നേരെ കടന്നു ചെന്ന് അവളോട് പറയുക, അല്ല പ്രശ്നത്തിന് പരിഹാരം മാറുക. ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ മണിക്കൂറുകളിൽ പറയട്ടെ, ജീവിതത്തിൻ്റെ ഏതൊരു വിഷയത്തിൻ്റെ മഹത്വം വിശ്വാസത്തിൻ്റെ കരങ്ങൾ നീട്ടി കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടാൻ പുരുഷാരത്തെ കണ്ട് ഭയപ്പെടാതെ നിന്ന് മുന്നോട്ട് പദങ്ങൾ വയ്ക്കുന്ന ഏതൊരു വ്യക്തിയുണ്ടോ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ ഭയപ്പെട്ടു പോകാതെ ദൈവസന്നിധിയിൽ അടുത്തു വന്ന് വിശ്വാസത്തിൻ്റെ കരം നീട്ടി അവനെ ഒന്ന് തൊട്ടാൽ നിനക്ക് വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടോ? ദ വെരി സെയിം ഇഷ്യൂ, ഇങ്ങനെയുള്ള അസ്വസ്ഥയിലായിരിക്കുന്നവരുണ്ടോ? അവിടെ സൗഖ്യം തരാൻ കഴിയുന്നവരുണ്ട് കേട്ടോ. ഇടയ്ക്ക് എത്ര വലുതായിരുന്നാലും എത്ര നാളുകളായിരുന്നാലും 12 വർഷമായാലും 18 വർഷമായാലും 38 വർഷമായാലും വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നവന് ധൈര്യത്തോടെ മടങ്ങിപ്പോവാം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ഞാൻ ചോദിക്കട്ടെ, നിന്റെ ഭയം എന്താ? നിന്റെ സിക്നസ് എന്തുവാ? നിന്റെ രോഗം എന്തുവാ? ഹല്ലേലൂയ. നിന്റെ ആവശ്യം എന്താ? ദൈവത്തിന് സ്ട്രെച്ച് ഔട്ട് യുവർ ഹാൻഡ്, കരം നീട്ടി എൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലും തൊടുമോ? ദൈവത്തിന് സ്തോത്രം. അന്ന് അവൾ വസ്ത്രത്തിന് തൊങ്ങൽ തൊട്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കർത്താവിനോട് പറയാം. ആ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ നീ ഒന്ന് ഉയർത്തി, ആലയിലൊക്കെ ഹൃദയം ദൈവത്തെ ഉയർത്തി പ്രാർത്ഥിക്കും. ഈ മണിക്കൂറുകളിൽ ചിലർക്ക് വിടുതൽ തരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവേ എന്നെ സഹായിക്കണമെന്ന് പറയാൻ എത്ര പേരുണ്ട്? ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ധൈര്യമായിരിക്കെ. ആമേൻ, സ്തോത്രം. അവിടെ തീരുന്നില്ല. പിന്നെയും വായിച്ചു വരുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ അവിടെ കർത്താവ് ധൈര്യമായിരിക്കാൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ അതിവേഗത്തിൽ. എന്താണ് വിഷയം? ഹല്ലേലൂയ. 14-ാം അധ്യായത്തിലെ വിഷയം എന്താണ്? ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നവരുടെ ശിഷ്യന്മാർ പടക് കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മയിൽ കയറി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ പടകോ കരവിട്ട് പരന്നാടിയ ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞ് രാത്രിയുടെ 4-ാമത്തെ കടന്മേൽ നടന്നവരുടെ അടുക്കൽ വന്നു. അവൻ കടന്മേൽ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ ശ്രമിച്ചു അതൊരു ഭൂതമെന്ന് കണ്ട് പേടിച്ചു നിലവിളി. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു.
ഇവിടെയും ധൈര്യപ്പെടാൻ പറഞ്ഞു. ആരോടാ? ശിഷ്യന്മാരോട്. കർത്താവ് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ച. പക്ഷെ നടുക്കടലിലായിപ്പോയി. ഭയങ്കര കാറ്റും കോളും. They were tossed with waves. തിരകളാൽ വലഞ്ഞിരുന്നു അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. തിരകളാൽ വലയപ്പെടുന്ന അവസ്ഥ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അന്ന് മാത്രമല്ല, കാറ്റ് പ്രതികൂലം. Wind was against and the boat was about to collapse. പടക് മുങ്ങാൻ തുടങ്ങുന്ന സാഹചര്യം. ഇവിടെയാണ് യേശു കടലിന്മേൽ നടന്നിങ്ങോട്ട് വരിക. അപ്പം പാതിര 4-ാം യാമത്തിലല്ലേ, എന്താന്ന് പെട്ടെന്ന് പിടികിട്ടില്ല. ഭൂതമാന്ന് വിചാരിച്ച് വരും നിലവിളിച്ച്. അപ്പോഴാണ് കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഞാനാന്ന് പറയുന്നവൻ ആരാ? ഞാനാന്ന് പറയാൻ അധികാരമുള്ളവൻ ആരാ? യേശു അകർത്തോ. ഹല്ലേലൂയ. എനിക്കിത് വായിക്കുമ്പോൾ ശരീര സന്തോഷം. നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഓരേ പിന്നെ മലഞ്ചെരുവിൽ ദൈവം മോശയ്ക്ക് വെളിപ്പെട്ട് പറഞ്ഞൊക്കെ നമുക്കറിയാം. മുൾപ്പടർപ്പ് വിധിച്ചപ്പെട്ടു. അമ്മ നീ പോകണം, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, നീ പോയി അവരെ വിടുവിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവരെന്നെ വിശ്വസിക്കും. ആരാ എന്നെ പറഞ്ഞയച്ചെന്ന് ചോദിച്ചാൽ ആ ദൈവമാണെന്നൊന്നും പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. നിൻ്റെ പേരെന്നാ ചോദിച്ചു. എന്നെ കർത്താവ് പറഞ്ഞു, യഹോവയരുളിച്ചു, ഞാനാകുന്നവൻ ഞാനാകുന്ന അയാം ദാറ്റ് അയാം. വീണ്ടും ശിഷ്യന്മാരോട് പറഞ്ഞു, അയാം ഏനാ. ഈ മണിക്കൂറുകളെ സ്നേഹത്തോടെ പറഞ്ഞിട്ട് ഈ പറയാൻ അധികാരമുള്ളവൻ പറഞ്ഞാൽ നിന്റെ ഭയം മാറും, നിന്റെ ഭാരം മാറും. ദൈവത്തിന് സ്തോത്രം. ഞാനാന്ന് പറയാൻ അധികാരമുള്ളവൻ ഒരുവൻ മാത്രം. ദൈവത്തിന് സ്തോത്രം. ആകാലം ഈ മണിക്കൂറുകളുടെ ജീവനുള്ള ദൈവത്തിൻ്റെ കരതലങ്ങളിൽ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നവർക്ക് വിടുതലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നീ ഒരു പക്ഷേ ഇന്ന് ഈ മണിക്കൂറുകളിൽ സ്നേഹത്തോടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളാകുന്ന കാറ്റുകൾ നിന്നെ കുത്തി തിരകളാൽ വലഞ്ഞ് ടോസ്റ്റ് വിത്ത് വേസ് തകർന്നു പോകുമോ എന്ന് ഭാരപ്പെടുന്ന ചില പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്നുണ്ടോ? ഹല്ലേലൂയ. ഭയപ്പെടേണ്ടെന്ന് പറയുന്നവൻ അടുത്ത് വരുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വിടുതലിന്റെ കരം നീട്ടുകയാകട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സിറ്റുവേഷൻസിനെയൊക്കെ മാറ്റാൻ കഴിയുന്ന വിധത്തിൽ കർത്താവ് നടന്നു വരിക. ദൈവത്തിന് സ്തോത്രം. എവിടെ? അതുപോലെ സാധ്യതയുടെ വേണ്ടി കടലിന്മേൽ നടന്നു വരിക. അത് നടക്കുന്നു. അത് മിറക്കലാകട്ടോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്താ അവിടെ അർത്ഥം എന്നറിയാമോ? നിന്നെ മുക്കിക്കളയാൻ, നിന്നെ തകർത്ത് കളയാൻ കടന്നു വന്ന തിരമാലകളുടെ മുകളിൽ കൂടെ കടന്നു വന്ന് നിന്നെ സഹായിപ്പാൻ കഴിയുന്ന ഒരു ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നിരകളാൽ വലയുന്ന സമയം ആമേൻ ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ വരാം. ഒത്തിരി വിശ്വാസികൾ പ്രതിസന്ധികളുടെ നടുവിലാണ്. ആധുനിക ലോകത്തിൽ അനേകർ പ്രാർത്ഥനയ്ക്കായിട്ട് ഞങ്ങളെ വിളിക്കുന്നത് മാത്രമല്ല, അനേകരുടെ വിഷയങ്ങൾ അറിയുന്നത്. എന്തെല്ലാം പ്രയാസങ്ങളിൽ കൂടെ ഓരോ മനുഷ്യർ കടന്നു പോകുന്നു. തിരകളാൽ വലഞ്ഞെന്ന് പറയുന്നത് പോലെ ഒരു വില കഴിയുമ്പോൾ ഒരു തിര മുങ്ങിപ്പോകുമെന്ന് ഭാരപ്പെടുന്ന അവസ്ഥ. ദൈവത്തിൻ്റെ മക്കളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. കർത്താവ് പടകിൽ അടുത്ത് വരുന്നവനാണ്, നടന്നു വരുന്നവനാണ്. ദൈവത്തിന് ഹല്ലേലൂയ. ദൈവത്തിന് മുന്നോട്ട് പോകാൻ ഒട്ടും കഴിയാതെ ഭയപ്പെടുന്ന രാത്രിയുടെ യാമങ്ങളിൽ സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നിരമാലകളെക്കാൾ കീഴാക്കി അടുത്ത് നടന്നു വരുന്ന വലിയവനായ കർത്താവ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നവരെ ധൈര്യമായിരിക്കാവുന്നൊരു ശബ്ദം ഇന്ന് പകൽക്കാലം ഈ മണിക്കൂറുകളിൽ രാത്രിയാകട്ടെ എവിടെയും ലോകത്തിൽ വിവിധ രാജ്യങ്ങളോട് ശ്രദ്ധിക്കുന്നവരെ നിന്റെ പ്രശ്നത്തിൻ്റെ മേൽ നടന്നു വരുന്ന അതിനേക്കാൾ കീഴാക്കി നിനക്ക് ജയം തരാൻ കഴിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ എപ്പോഴാണ് കർത്താവ് വന്ന? 4-ാം യാമത്തിൽ. 1, 2, 3 യാമം കഴിഞ്ഞു കേട്ടോ. ഇല്ലേ? പല നാളുകളായി പ്രാർത്ഥിക്കുന്നു. 1, 2, 3 യാമം കഴിഞ്ഞു. മുന്നോട്ട് പോകാൻ ഒരു വകയുമില്ലാതെ ഭാരപ്പെടുന്ന നിനക്ക് വേണ്ടി ഈ മണിക്കൂറുകൾ ദൈവത്തിൻ്റെ ആത്മാവ് അരുളി ചെയ്യുന്നു. 4-ാം യാമം. നിന്റെ 4-ാം യാമം അടുത്തു വരുന്നു. ജീവിത ഭാരങ്ങളിൽ വേദനിക്കുന്ന ജീവിതങ്ങൾക്ക് ആശ്വാസം നൽകാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ധൈര്യത്തിന്റെ ദൂത് പറയാൻ. ഹല്ലേലൂയ. നടുക്കളയിൽ നിന്നെ തള്ളിക്കളയുന്ന ദൈവമല്ല. അവൻ വിളിച്ചിറക്കിയതാണെങ്കിൽ അവൻ അക്കരെ കൊണ്ടെത്തിക്കും. ദൈവത്തിന് സ്തോത്രം. ഭയപ്പെടേണ്ട മക്കളെ എന്ന് പറഞ്ഞു. രാത്രിയിലെ 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്നു വന്ന കർത്താവ് നിന്റെ ജീവിത പ്രതിസന്ധികൾ നീ മുങ്ങിപ്പോകാതെ നിന്നെ മുന്നോട്ട് നടത്താൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആരുടെയൊക്കെ വേദനകൾ ദൈവാത്മാവിനെ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഭാരപ്പെടണ്ട. നീ അവനിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുണ്ട്. നിന്റെ പടക് മുങ്ങിപ്പോകാതെ, ജീവിത പടക് മുങ്ങിപ്പോകാതെ നിന്നെ അക്കരെ കൊണ്ടെത്തിക്കാൻ അവൻ മതിയായത്. നമുക്കറിയാം. അവൻ അടുത്ത് നടന്നു വന്നവൻ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു, കടൽ ശാന്തമായി. അവൻ പാദങ്ങൾ വയ്ക്കുമ്പോൾ നിന്റെ പ്രശ്നങ്ങൾ പരിഹാരമാകും. ഒരിക്കലും കാണാത്ത വിധത്തിൽ, അതൊന്നും ഇനി പൊങ്ങി വരാത്ത വിധത്തിൽ
വിടുതൽ നിന്ന് സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. നേരെ എന്താ പറഞ്ഞു? ഹല്ലേലൂയ. ശിഷ്യന്മാർ, യു ആർ ദ സൺ ഓഫ് ഗോഡ്. നിശ്ചയമായി ഹല്ലേലൂയ, സ്തോത്രം. നീ ദൈവപുത്രൻ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. ദൈവത്തിന് ദൈവം തരുന്ന വിടുതലുകൾ ദൈവത്തെ നമസ്കരിക്കാൻ, അവനെ ആരാധിപ്പാൻ, പൂർണ്ണ ഹൃദയത്തോടെ അവന് മഹത്വം കൊടുക്കാൻ ഇടയാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ 1, 2, 3 യാമങ്ങൾ കുഴഞ്ഞു പോയവരുണ്ടല്ലോ. ആരപ്പെടല്ലേ? ഒരു 4-ാം യാമം നിനക്കൊണ്ട് കേട്ടോ. അതിനപ്പുറത്തേക്ക് പോകാം. ദൈവം നിന്നെ വിടുവിച്ച് വിടുതൽ നിന്റെ ജീവിതം ധന്യമാക്കാൻ ദൈവം ശക്തനായ ദൈവം, ആശക്തനായ ദൈവത്തിൻ്റെ കരം ഈ മണിക്കൂറിൽ അവൻ്റെ ശബ്ദം നിന്നെ കേൾപ്പിക്കുന്നു. ധൈര്യപ്പെടുവീൻ. ധൈര്യപ്പെടുവീൻ. ധൈര്യപ്പെടാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഭാരങ്ങൾ മാറി, ഭയങ്ങൾ മാറി, ദൈവത്തിലുള്ള വിശ്വാസം ഉറച്ച് മുന്നോട്ട് പോകാൻ യാത്ര ചെയ്യും. ഞാൻ ക്രൂശ് നോക്കി ജീവൻ വെച്ചിടും രക്ഷകനായി എന്ന് ഭക്തൻ പാടി അവിടോട്ട് നോക്കി യാത്ര ചെയ്യുക. അക്കരെ കൊണ്ടെത്തിക്കും. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ട് നീ ഭ്രമിക്കണ്ട. ആറ്റിനെയും കടലിനെയും ശാസിച്ചവൻ കൂടെയുണ്ടല്ലോ. ദൈവത്തിനോ കണ്ണുകളടയ്ക്കാം, തലകളെ വണക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് കർത്താവേ, നിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. നിന്റെ വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം. നിന്റെ വചനങ്ങൾക്കായി സ്തോത്രം. ഈ മണിക്കൂറുകളിൽ ലോകത്തിന് വിവിധ രാജ്യങ്ങളിരുന്നുകൊണ്ട് ദൈവത്തിന് കേട്ട അനേകരുടെ വിഷയങ്ങളുടെ മുഖത്ത് ദൈവാത്മാവ് വിടുതലിൻ്റെ കരം നീട്ടുന്നുകൊണ്ട് സ്തോത്രം. ജീവിതത്തിൽ കൊഴിഞ്ഞു പോയവർ, ഭാരപ്പെട്ടു പോയവരെ ഒക്കെ നീ വിടുവിക്കുന്ന ദൈവമാണല്ലോ കർത്താവേ. സ്തോത്രം. നിന്റെ വചനശക്തിയോടെ ജീവിതങ്ങൾക്ക് വിടുതലായി തീരട്ടെ കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. വിടുതലിൻ്റെ ദൈവമേ, ഭാരപ്പെട്ടു പോയ, ഭയപ്പെട്ടു പോയ ജീവിതങ്ങളോട് ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞ് കൽപ്പിച്ച വചനം എല്ലാവർക്കും വിടുതലിനും ആശ്വാസത്തിനും കാരണമാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടെ ഇരിക്കണം. ആമേൻ. 1, 2, 3 യാമങ്ങൾ കഴിഞ്ഞ് ജീവിതത്തിൻ്റെ 4-ാം യാമത്തിലെത്തിയവർക്ക് വിടുതലിൻ്റെ സന്ദേശം നൽകുക ദൈവത്തിൻ്റെ പുത്ര. അവിടുത്തെ വലിയ സാന്നിധ്യത്തിനായി നിന്റെ വിടുതലിനായി സ്തോത്രം. തിരുനാമം മഹത്വപ്പെടണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി തീരണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താഴ്ച